ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദുള്ള ഉപ്പേരി ഉണ്ടാക്കാം. ചേന കൊണ്ടാണ് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കണേ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ചേന എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4/1 മതിയാവും ഉപ്പേരിക്ക്. മുറിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കാം. വീതിയുള്ള കഷ്ണാക്കിയിട്ടുണ്ട് ആദ്യം. ഇനി ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് ചെരിച്ച് വെച്ച് നുറുക്കിയെടുക്കാം. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കാം. ഇപ്പോൾ എല്ലാം നുറുക്കി കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 300 ഗ്രാം ഉണ്ടാവും. അത് കണക്കാക്കിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ചതുര കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. വേവണ നേരം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ചേന കഷ്ണങ്ങളിടാം. ഒന്ന് ഇളക്കിയിട്ട് വേവാൻ വയ്ക്കാം. പെട്ടെന്ന് വേവണ ചേനയാണെങ്കിൽ വേറെ ആയിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ വേവ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ടത്. തിളച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മുഴുവൻ വെന്തോളും. അടച്ചാണ് വെച്ചിരുന്നത്. വേഗം വേവണ ചേനയാണ്. ഈ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 4 എണ്ണം മതിയാവും. ചെറുതാണെങ്കിൽ 8 എണ്ണം എടുക്കാം. ചെറിയ ഉള്ളി 15-20 എണ്ണം വേണം. സാധാരണ ഉപ്പേരിക്ക് ചേർക്കണേക്കാളും കുറച്ച് കൂടുതൽ വേണം ഈ ചേന ഉപ്പേരിക്ക്. ചതയ്ക്കാണ് ചെയ്യുക, അപ്പോൾ നുറുക്കണ്ട. ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ചതച്ചപ്പോൾ. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. എണ്ണ കുറവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി. എണ്ണ ചൂടായിട്ടുണ്ട്. 3/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞു. ചതച്ച് വെച്ചതും കൂടി ചേർക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ കുഴഞ്ഞ പോലെയായി. കളറും മാറി വന്ന പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി 1 നുള്ളു മതിയാവും. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. മുഴുവൻ കുരുമുളകാണെങ്കിൽ ഉള്ളി ചതക്കണതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കണം. ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. കഷ്ണത്തിൽ നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് യോജിപ്പിക്കാം. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പേരിയാണ്. സ്റ്റവിൽ ഒരു ഭാഗത്തെ കഷ്ണം വേവിക്കാൻ വെച്ചിട്ട് മറ്റേ ഭാഗത്ത് ഉള്ളി മൂപ്പിച്ചെടുക്കാം. വേഗം വേവണ ചേനയാണെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ നേരെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യാം. ഇനി വേവിച്ച് വെച്ച ചേന കഷ്ണം ചേർക്കാം. നമ്മളിങ്ങനെ വേറെ ആയിട്ട് വേവിക്കുമ്പോൾ 3/4 ഭാഗമൊക്കെ വെന്താൽ മതി കഷ്ണങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോവും. കഷ്ണത്തിൽ ശരിക്കും പിടിക്കില്ല എരിവ്. ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ വിറകടുപ്പിലാണെങ്കിൽ കൂടുതൽ സ്വാദുണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് കനലിൽ തന്നെ വെച്ച് വലിയിച്ചെടുത്താൽ ഇത് മാത്രം മതിയാവും ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂട്ടിക്കഴിക്കാൻ. ഇനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെള്ളം മുഴുവൻ വലിഞ്ഞു വരട്ടെ. മുളക് പൊടിയേക്കാളും കുരുമുളകാണ് ചേനയ്ക്ക് കൂടുതൽ സ്വാദ്. കാളനുണ്ടാക്കുമ്പോഴും കുരുമുളക് തന്നെയാണല്ലോ ചേർക്കുക. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചൂടോടെ തന്നെ വെച്ചിട്ട് കഴിക്കാൻ നേരത്തെ വേറെ പാത്രത്തിലാക്കിയ ചെറിയ ചൂടിൽ കിടന്ന സ്വാദോടെ തന്നെ ഇരിക്കും. നല്ലോണം വലിയുകയും ചെയ്യും വെള്ളമൊക്കെ. അങ്ങനെ ചേനപ്പേരി റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ നല്ല സ്വാദാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.